ഞാൻ ഡോക്ടർ എം എൻ കാരശ്ശേരിയിലേക്ക് പോകുന്നു. കാരശ്ശേരി മാഷെ, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമയമില്ല, പോർഷൻസ് തീർക്കാൻ അധ്യാപകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ കാണുന്നത്. അപ്പോൾ പല രീതിയിലും പഠന വിഷയങ്ങൾ, അതിൻ്റെ ആധിക്യം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനിടയ്ക്കാണ് രാവിലെ ഉള്ള 15 മിനിറ്റ് സമയം, അത് ഹൈസ്കൂളുകൾക്ക് മാത്രമാണ്, കുറച്ച് നേരത്തെ എടുക്കുന്നു, വൈകിട്ട് കുറച്ച് വൈകി വിടുന്നു എന്നുള്ളത്. ഈ 15 30 മിനിറ്റ് ഇത് അംഗീകരിക്കാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ്? വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാ കുട്ടികളുടെയും അവകാശമാണല്ലോ. സ്മൃതി, ഇത് മതപൗരോഹിത്യം രാഷ്ട്രീയം കളിക്കുകയാണ്. അവരുടെ ധാരണ അവരൊരു സമാന്തര സർക്കാരാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് വേണ്ടത്ര അധ്യാപകരോടും രക്ഷകർത്താക്കളോടും ഇവിടെ പറഞ്ഞു കേട്ട മാതിരി വിദ്യാർത്ഥി നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചൊരു തീരുമാനമെത്തി. ഇനി ഇവരോട് ചോദിക്കണം. അങ്ങനെ പറയാൻ ഇടയാക്കിയത് ഈ സർക്കാർ തന്നെയാണ്. എന്താ കാരണം വിചാരിച്ചാൽ, ഇപ്പോൾ തൊട്ട് മുമ്പത്തൊരു കാര്യം, സുംബ ഡാൻസ്, അതിലൊരു നിർബന്ധമില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്, അത് നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നു. അത് അല്പവസ്ത്രം ധരിച്ചിട്ടേ പാടുള്ളൂ. അത് ഒരാൾക്ക് വേണ്ടെന്ന് വെക്കാം. അപ്പോൾ അതിനെ എതിർത്തിട്ട് തങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പാക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ജെൻഡർ ഈക്വാലിറ്റിയുടെ കാര്യം, യൂണിഫോമിൻ്റെ കാര്യം, അതൊക്കെ ഗവൺമെൻറ് പിന്നോക്കം പോയി. അതിനു മുമ്പ് വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടണം, വളരെ നല്ല തീരുമാനമായിരുന്നു. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് EK സംസ്ഥയിലെ ഒരു വിഭാഗമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. അത് തെറ്റാണ്, ഞാൻ തിരുത്താം. കാരണം ഞാൻ അവരെയാണ് കണ്ടതും ഈ വാർത്തയിലൊക്കെ കണ്ടത്. അപ്പോൾ തങ്ങളൊരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചാൽ സർക്കാർ ആ വലയിൽ വീഴും എന്നിവർക്കറിയാം. അപ്പോൾ ഇവരുടെ ശക്തി പ്രകടനമാണിത്. ഇതിനൊന്നും ഒരു തരത്തിലും ഒരു ഗവൺമെൻറ്, ഒരു നാടും വഴങ്ങാൻ പാടില്ല. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു, മലയാളം പഠിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു, പെൺകുട്ടികൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു, സിനിമ കാണാൻ പാടില്ല എന്നുണ്ടായിരുന്നു, ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ കാണാൻ പാടില്ല, ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്നല്ല, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ പാടില്ല. ഇങ്ങനെ എത്രയോ ഹറാമ് ഒക്കെ ഹലാലായിപ്പോയി. അപ്പോൾ ഇത് ഗവൺമെൻറ് അവിടെ ഉറച്ചു നിന്നാൽ കഴിഞ്ഞു. അത് ഇപ്പോൾ സന്താന നിയന്ത്രണം നടപ്പാക്കിയപ്പോൾ എന്തായിരുന്നു എതിർപ്പ്? ക്രിസ്ത്യൻ മുസ്ലിം പൗരോഹിത്യത്തിൻ്റെ. അങ്ങനെ അനവധി കാര്യങ്ങളിൽ ഈ പൗരോഹിത്യം ഭരണപരമായ കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അങ്ങേയറ്റം ദുർബലമാക്കുന്ന ഒരു കാര്യമാണ്. ഇവരോട് കൂടിയാലോചിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല. സർക്കാർ അങ്ങനെ പറയാനേ പാടില്ല. കൂടിയാലോചിക്കണം അധ്യാപകരോട്, രക്ഷകർത്താക്കളോട്, വിദ്യാർത്ഥി നേതാക്കന്മാരോടൊക്കെ. അല്ലാതെ ഈ മതപൗരോഹിത്യത്തിന് എന്താ റോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ സുംബ ഡാൻസിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞത് മുഴുവൻ അവാസ്തവമല്ലേ? അതൊരു നിർബന്ധ പാഠ്യവിഷയമാണോ? അതിലെന്തെങ്കിലും തരത്തിലുള്ള നിർബന്ധമുണ്ടോ? അതിൽ വസ്ത്രത്തിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്നുവെച്ചാൽ ആളുകൾ സന്തോഷിക്കുന്നതും സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും പെരുമാറുന്നതൊക്കെ പൗരോഹിത്യത്തിന് വലിയ വിഷമാണ്. അവരിങ്ങനെ ഈ നരകത്തിൻ്റെ കാര്യവും പരലോകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ആളെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുക, അവർ ഭരിക്കുക, അതാണ് അവരൊരു ഭരണഘടനയാണ്, അല്ല അവരൊരു ഭരണകൂടമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് നിന്നിടത്ത് ഉറച്ചു നിൽക്കുക. വിദ്യാഭ്യാസ മന്ത്രി ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുപാറ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ, ഞങ്ങളെ കൂടി കേൾക്കണ്ടേ, അതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അത് തെറ്റായിടത്ത് അത് പ്രയോഗിക്കുകയാണ് എന്നാണോ അങ്ങ് കരുതുന്നത്? അല്ല, അങ്ങനെയില്ല. അതായത് അദ്ദേഹം മനസ്സിലാക്കിയാലൊരു വലിയ കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ അധ്യാപകരുണ്ടാവും, ഇവരുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കളുണ്ടാവും, ഇവരുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ടാവും. ഇവരൊന്നും അല്ലാത്തൊരു സമസ്തയുണ്ടോ? സമസ്തയിലെ ഏത് മെമ്പറും ഒന്നുകിൽ അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ രക്ഷകർത്താവായിരിക്കും, അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ജനാധിപത്യത്തിൻ്റെ വർത്തമാനമൊക്കെ ഇവർ പറയും. എനിക്ക് വലിയ തമാശ തോന്നുക, ഈ EK സമസ്തക്കാരാണ് സ്ത്രീകളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് MLA ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഭരണഘടനയിൽ സ്ത്രീപുരുഷ സമത്വം അങ്ങേയറ്റം ഉയർത്തിപ്പിടിച്ചൊരു സാധനമാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി ഇവർ ഈ സമസ്തക്കാർ അവരുടെ പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് പ്രവേശനം കൊടുക്കും. അത് ഹറാമെന്നല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ ഭരണഘടനയ്ക്ക് ഇവർക്ക് ആവശ്യമുള്ളവർ പറയുന്ന ഇവരേത് തരത്തിൽ ആധുനികവും മതേതരവും യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസത്തിന് എതിരാണ് ഇവർ. അത് പുറത്ത് പറയാൻ ആവുന്നിടത്തോളം ഇവർ പറയും. ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ തീർന്നില്ലേ? അവർ തന്നെ ഇപ്പം വനിതാ വിദ്യാലയങ്ങൾ, മദ്രസത്തുൽ ബനാത്ത്
നടത്തുന്ന കാലമാണ്. ഫോട്ടോ ഹറാമ എന്ന് പറഞ്ഞ ഒരു ചാനൽ നടത്തുന്നു. ചാനൽ കണ്ടതിന് 1985 ഫറൂഖിലെ ഒരു ഇമാമിന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് മാറുന്നതിനിടയ്ക്ക് അവരൊരു ബഹളം ഉണ്ടാക്കുകയാണ്. അത് ഞാനതിൽ കുറ്റം പറയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ്. പിണറായി അന്ന് ഈ വഖഫ് ബോർഡിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് വഴങ്ങി, അവർക്ക് ഈ യൂണിഫോമിൻ്റെ കാര്യം വന്നപ്പോൾ വഴങ്ങി. ആരാണ് പറഞ്ഞത്? ബാലുശ്ശേരിയിൽ പാൻസ് ഇട്ട പെൺകുട്ടികൾ ഞങ്ങൾക്കിത് സൗകര്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഇവർ പറയാം ഇത് അസൗകര്യമാണെന്ന്. അപ്പോൾ ആരാത് പറയേണ്ടത്? ഇപ്പോൾ ഇവർക്കൊരു വാദമുണ്ട്. എന്താണ്? പെൺകുട്ടികളുടെ വിവാഹപ്രായം 15 കുറയ്ക്കണം. 18 ഇപ്പോൾ ഉള്ളത്. ആ 15 എന്ന് പറയുന്നത് ആരാ? ഈ പുരോഹിതന്മാർ പറയാം, അല്ല പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പോൾ അവർക്ക് സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം ഒക്കെ നിഷേധിക്കുന്ന പണിയാണ് ശൈശവ വിവാഹം. അപ്പോൾ ശൈശവ വിവാഹത്തിനെതിരായിട്ട് എത്ര നീണ്ട പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ത്യയിൽ അത് നടപ്പായത്. 1928 ശാരദ ആക്ട് വരുന്നത്. 14 വയസ്സാകാതെ കുട്ടിയെ കെട്ടിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ത്രീകൾ സംഘടിച്ച് നേടിയ ഒരു ഇതാണത്. ഇപ്പോൾ ക്രിസ്ത്യൻ പൗരോഹിത്യം പറയുന്നുണ്ട് 5 മിനിമം 5 പ്രസവെങ്കിലും പ്രസവിക്കണം, അവർക്ക് അവാർഡുണ്ട്. അപ്പോൾ സന്താന നിയന്ത്രണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സാധനമാണ്. ശൈശവ വിവാഹം നിരോധിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മോചനം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ശൈശവ വിവാഹം വേണം, സന്താന നിയന്ത്രണം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പഴയ നൂറ്റാണ്ടുകളിലേക്കാണ് ഇവർ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആ കുട്ടികളോട് ഇത്തിരി ദയവുണ്ടെങ്കിൽ അവർ ഈ തരത്തിലുള്ള മുസ്ലിം കലണ്ടർ എന്നൊക്കെ പറയുന്നത് വലിയ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം വെച്ചാൽ വെള്ളിയാഴ്ച സ്കൂൾ പാടില്ല, റമദാൻ മാസത്തിൽ സ്കൂൾ പാടില്ല. അപ്പോൾ 48 സ്ഥാപിച്ചാണ് ഫാറൂഖ് കോളേജ് സ്ഥാപിച്ച അന്ന് തൊട്ട് തന്നെ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്, അവിടെ റംസാൻ മാസം ക്ലാസ് ഉണ്ട്. ആലോചിച്ച് നോക്കൂ, അവിടെ മുതിർന്ന ആളുകളാണ്. മറ്റേ LP UP ചെറിയ കുട്ടികളാണ്. മതം അനുസരിച്ച് തന്നെ അവർക്കൊന്നും നിർബന്ധമില്ല. LP ക്ലാസ്സിലെ കുട്ടിക്ക് UP ക്ലാസ്സിലെ കുട്ടിക്കൊക്കെ മതപരമായ കാര്യങ്ങൾ വേണേ എടുക്കാമെന്നേ ഉള്ളൂ, നിർബന്ധമുള്ള കൂട്ടരാണ് മതം അനുസരിച്ച് കോളേജിലുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് പൗരോഹിത്യത്തിൻ്റെ ഒരു മർക്കടമുഷ്ടി കാണിക്കുക എന്നല്ലാതെ ജനാധിപത്യ ധ്വംസനം എന്നൊരു സാധനം അതിനകത്തില്ല. ജനാധിപത്യ ധ്വംസനം ഉണ്ടാവുമായിരുന്നു. ഇത് ആരോടും കൂടി ആലോചിക്കാതെ മന്ത്രി ഒറ്റയ്ക്ക് നടപ്പാക്കി. ആ ആലോചനയുടെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ശ്രീ ഷാഫി ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അതല്ല ഞങ്ങളോട് ചോദിക്കണം, അതാ ജനാധിപത്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? ഇവർ പറയുന്ന മിക്കതും സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് 48 മാർച്ച് 10 ഉണ്ടായ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇതുവരെ കേരള നിയമസഭയിലേക്ക് ഒരു മുസ്ലിം സ്ത്രീയെ അവർ ജയിപ്പിച്ച് വിട്ടിട്ടില്ല. എന്താ കാരണം? കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഈ EK സംസ്ഥയിലെ നേതാക്കന്മാർ പ്രസംഗിക്കുകയാണ് സ്ത്രീകൾ അങ്ങോട്ട് അയക്കാൻ പാടില്ല. അപ്പോൾ നേരത്തെ നിയമം വന്നുകൊണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് തടയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ പ്രസിഡന്റുമാരായിട്ടും വൈസ് പ്രസിഡന്റുമാരായിട്ടും മെമ്പർമാരായിട്ടും കൗൺസിലർമാരായിട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ജനാധിപത്യം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും എന്തും പറയാൻ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ നമ്മളാരും അദ്ദേഹത്തോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അംഗീകരിക്കുന്നത് ഗവൺമെന്റിനോട് പറയാം. നമ്മൾ അഭിപ്രായം പറയലല്ല, ഇതല്ലെങ്കിൽ സർക്കാർ പാഠം പഠിക്കും എന്നുള്ള മുന്നറിയിപ്പിന്റെ രൂപത്തിൽ അതിൽ പ്രതികരിക്കുന്നതുകൊണ്ടാണ് അതിനൊരു ഭീഷണിയുടെ സ്വഭാവമുണ്ടെന്ന് സംശയിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.